നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോർഷൻസിലെ ആദ്യത്തെ ടോപ്പിക്ക് ലൈൻസ് ഇൻ സ്പേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് സ്പേസിലെ ലൈൻസിൻ്റെ ഇക്വേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിലെ ഒരു പോയിൻറ്റും നമുക്കറിയാം. ഓക്കെ, എ എന്നുള്ള പോയിൻറ്റ്, ക്യാപിറ്റൽ എ എന്നുള്ള പോയിൻറ്റ്. ആ ക്യാപിറ്റൽ എ എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറാണ് എ, സ്മോൾ എ. ഓക്കെ, മോറോവർ ആ ലൈനിന് പാരലായിട്ടുള്ള ഒരു വെക്ടറും നമ്മൾക്കറിയാവുന്ന, അതിനെ ഞാൻ വി എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലൈൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ ലൈനിലെ പോയിൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് പി എന്നുള്ള പോയിൻറ്റ് ആ ലൈനിൽ ചൂസ് ചെയ്താൽ ആ പി എന്നുള്ള പോയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുക. പി എന്നുള്ള പോയിൻറ്റ് നമ്മൾ ആർബിട്രറി ആയി ചൂസ് ചെയ്യുമ്പോൾ അത് എക്സ്, ആ പി എന്നുള്ള പോയിൻറ്റിൻ്റെ കമ്പോണൻസ് എക്സ് വൈ സെഡ് ആണെങ്കിൽ ആ പി എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ എന്തായിരിക്കും? എക്സ് നോട്ട് ഐ പ്ലസ് വൈ നോട്ട് ജെ പ്ലസ് സെഡ് നോട്ട് കെ. ആ പൊസിഷൻ വെക്ടറിനെ എക്സ് വൈ സെഡ് ആണെങ്കിൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. ആ പൊസിഷൻ വെക്ടറിനെ നമ്മൾ ആർ എന്ന് ഡിനോട്ട് ചെയ്താൽ ആ ആർ എന്നുള്ള വെക്ടർ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുക, വെക്ടർ ഇക്വേഷൻ. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് ആ ലൈന് സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ആ ഇൻഫോർമേഷൻ വെച്ചിട്ട് എഴുതാം. അതേപോലെ തന്നെ ആ ലൈനിൻ്റെ സിമെട്രിക് ഇക്വേഷനും അത് വെച്ചിട്ട് എഴുതാം. അതാണ് നമുക്ക് ഈ സെക്ഷനിൽ ആദ്യം തന്നെ പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. വി എന്നുള്ള വെക്ടറിൻ്റെ പാരലായിട്ട് എ എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഇസിക്വൾ ടു വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ ആർബിട്രറി പോയിൻ്റ് ആയിട്ടുള്ള പി എന്നുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. ആർ ഇസിക്വൾ ടു എ പ്ലസ് ടി ഇൻറ്റു വി. ടി എന്ന് പറഞ്ഞാൽ പാരാമീറ്റർ, ടി മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യും. ഓക്കെ, അതായത് ടി ഏതൊരു റിയൽ നമ്പറോ ആവാം. അപ്പോൾ അതിനെ കുറച്ചുകൂടെ നന്നായിട്ട് എഴുതിയാൽ ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഇസ് ഈക്വൽ ടു എ എന്നുള്ള വെക്ടർ എക്സ് നോട്ട് ഐ പ്ലസ് വൈ നോട്ട് ജെ പ്ലസ് സെഡ് നോട്ട് കെ പ്ലസ് ടി ഇൻറ്റു ടി പാരാമീറ്ററാണ് ടി ഇൻറ്റു എന്ന് പറയുമ്പോൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ടി ഇൻറ്റു വി എന്ന് പറഞ്ഞ വെക്ടർ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. അതാണ് ആ ലൈനിൻ്റെ വെക്ടർ ഇക്വേഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്താൽ കമ്പോണൻറ്റ് വൈസ് ആണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യം സ്കേലാർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പോർഷൻ എന്തായിരിക്കും? ടി എ ഐ പ്ലസ് ടി ബി ജെ പ്ലസ് ടി സി കെ. അതിൻ്റെ കൂടെ ഈ വെക്ടറിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കമ്പോണൻറ്റ് വൈസ് ആഡ് ചെയ്താൽ എക്സ് നോട്ട് പ്ലസ് ടി ബി ഐ വൈ നോട്ട് പ്ലസ് ടി ബി ജെ പ്ലസ് സെഡ് നോട്ട് പ്ലസ് ടി സി കെ. ഓക്കെ, അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്താൽ നമ്മളുടെ ഐൻ്റെ കമ്പോണൻറ്റ് എന്തായിരിക്കും? എക്സ് നോട്ട് പ്ലസ് എ ടി. അത് ഈ ലെഫ്റ്റിലുള്ള ഐൻ്റെ കമ്പോണൻറ്റിന് ഈക്വൽ ആയിരിക്കും, രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആകും. അപ്പോൾ നമ്മളുടെ എക്സ് എന്നുള്ള കോർഡിനേറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എക്സ് നോട്ട് പ്ലസ് എ ടി. ഇതേപോലെ തന്നെ നമുക്ക് എടുത്താൽ വൈ എന്നുള്ള കമ്പോണൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ വൈ നോട്ട് പ്ലസ് വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് പി ടി. സെഡ് എന്നുള്ള കമ്പോണൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ സെഡ് ഈസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് സി ടി. ഇതായിരിക്കും ആ ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ. ആ പാരാമെട്രിക് ഇക്വേഷനിൽ പാരാമീറ്റർ ടി ആയിരിക്കും. ടി മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യാം. ഓക്കെ, അപ്പോൾ ടി വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ലൈനിലുള്ള ഓരോ പോയിൻറ്റ്സും കിട്ടും. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ പോയിൻറ്റ്സും കിട്ടും. ഓക്കെ, ഇനി ആ ഇക്വേഷനിൽ നോക്കാം. ടീനെ ഞാൻ ഫിക്സ് ചെയ്താൽ നമുക്ക് ഈ ലൈനിലെ ഒരു പോയിൻ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മൂന്ന് ഇക്വേഷനിലും ടീനെ റൈറ്റിൽ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനൊക്കെ ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും? ടി ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എ, ടി ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ഡിവൈഡ് ബൈ ബി, ടി ഈസ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ബൈ സി എന്ന് കിട്ടും. ഓക്കെ, ടി ഫിക്സ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ഈ ടി
എന്നുള്ള പാരാമീറ്റർ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു പോയിന്റ് ഞാൻ ഫിക്സ് ചെയ്താൽ ആ പോയിന്റിൽ നമ്മളുടെ കമ്പോണൻസ് ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ടി എല്ലാ ടേംസും ടിക്ക് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ എ ഇസ് ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് ഡിവൈഡ് ബൈ ബി ഇസ് ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ബൈ സി. ഈ ഇക്വേഷനെയാണ് ആ ലൈനിൻ്റെ സിമെട്രിക് ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് ഈ സെക്ഷനിൽ പറയാനുള്ളത്. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ടൈപ്സ് പ്രോബ്ലംസ് നോക്കാം. First problem, find the parametric equation and symmetric equation for the line passing through the point P0 is equal to -2, 1, 3 and parallel to the vector 1, 2, -2. ഓക്കെ, അതായത് നമുക്ക് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. ആ ലൈന് -2, 1, 3 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ ലൈന് ഏത് വെക്ടറിന് പാരലലാണ്? V is equal to 1, 2, -2, അതായത് I plus 2j minus 2k എന്നുള്ള ലൈൻ വെക്ടറിന് പാരലലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എക്സ് വൈ സെഡ് ആണ് ലൈനിലെ ആർബിട്രറി പോയിന്റ് എങ്കിൽ എക്സും വൈയും സെഡും സാറ്റിസ്ഫൈ ചെയ്യുന്ന പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി പ്ലസ് എ ടി, വൈ ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എ ടി, സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് എ ടി. ഇവിടെ നോക്കുക, എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ലൈന് പാസ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ കമ്പോണൻസ് ആണ്. അപ്പോൾ പോയിൻ്റ് ഏതാണ്? -2, 1, 3. അപ്പോൾ എക്സ് നോട്ട് -2, വൈ നോട്ട് 1, സെഡ് നോട്ട് 3. അതേപോലെ തന്നെ വി എന്നുള്ള വെക്ടർ പറയുമ്പോൾ വിൻ്റെ കമ്പോണൻസ് നേരത്തെ ജനറലായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ എ ബി സി ആയിരുന്നു. ഈ കേസിൽ എ എന്തായിരിക്കും? 1, ബി 2, സി -2. ഓക്കെ, അപ്പോൾ ഇനി ജസ്റ്റ് ഈ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് -2 പ്ലസ് എ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ടി വരും, അതായത് ടി തന്നെയാണ്. എക്സ് ഈക്വൽ ടു -2 പ്ലസ് ടി. ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വൈ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2t, സെഡ് ഇസ് ഈക്വൽ ടു 3 മൈനസ് 2t. ഓക്കെ, ഇനി ഈ 3 ഇക്വേഷനിലും ടിക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ സിമെട്രിക് ഇക്വേഷൻ എഴുതാം. അതായത് സിമെട്രിക് ഇക്വേഷൻ ഞാൻ അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. സിമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ എ, വൈ മൈനസ് വൈ ഈക്വൽ ടു വൈ മൈനസ് വൈ നോട്ട് ഡിവൈഡ് ബൈ ബി ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ സി. ഇവിടെ എക്സ് നോട്ട് -2, വൈ നോട്ട് 1, സെഡ് നോട്ട് 3, എ 1, ബി 2, സി -2. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ലൈനിൻ്റെ സിമെട്രിക് ഇക്വേഷനും കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the parametric and symmetric equation for the line L is equal to L passing through the points -3, 3, -2, Q through the points രണ്ടാമത്തെ പോയിന്റ് Q 2, -1, 4. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈന് പാസ് ചെയ്യുന്ന 2 പോയിൻറ്റ്സാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്, പിയും ക്യൂവും. അപ്പോൾ നമുക്ക് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ, സ്പേസിൽ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ആ ലൈന് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് വേണം, ആ ലൈന് പാരലായിട്ടുള്ള ഒരു വെക്ടർ വേണം. ഈ 2 പോയിൻറ്റ്സ് ഉപയോഗിച്ചിട്ട് ലൈനിന് പാരലായിട്ടുള്ള ഒരു വെക്ടർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റൂലേ? ഓക്കെ, അതായത് നമ്മളെ ലൈന് ഇങ്ങനെയാണെങ്കിൽ പി എന്നുള്ള പോയിന്റ് ഇവിടെ, ക്യൂ എന്നുള്ള പോയിന്റ് ഇതുവാണെങ്കിൽ നമുക്ക് ഈ ലൈനിന് പാരലായിട്ടുള്ള വെക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് നോക്കിയാൽ മതി? പിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്യൂവിൽ അവസാനിക്കുന്ന വെക്ടർ കൺസിഡർ ചെയ്താൽ, അതായത് വെക്ടർ പി ക്യൂ. വെക്ടർ പി ക്യൂ എന്ന് പറഞ്ഞാൽ പിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്യൂവിൽ അവസാനിക്കുന്ന വെക്ടർ. വെക്ടർ പി ക്യൂ എങ്ങനെയാണ് കാണുക? പി ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ എക്സ് കമ്പോണൻറ്റ് മൈനസ് പിൻ്റെ എക്സ് കമ്പോണൻറ്റ് ഐ പ്ലസ് ക്യൂവിൻ്റെ വൈ കമ്പോണൻറ്റ് മൈനസ് പിൻ്റെ വൈ കമ്പോണൻറ്റ്. അതേപോലെ തന്നെ സെഡിൻ്റെ ക്യൂവിൻ്റെ സെഡ് കമ്പോണൻറ്റ് മൈനസ് പിൻ്റെ സെഡ് കമ്പോണൻറ്റ്. അതായിരിക്കും കെൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരാം. ഒന്നുകൂടെ പറയാം, വെക്ടർ പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ 2 - -3i പ്ലസ് -1 -3j പ്ലസ് 4 -2k. ഓക്കെ, അപ്പോൾ എന്ത് വരും? 2 -3 എന്ന് പറഞ്ഞാൽ 2 + 3 വരും, അതായത് 5y പ്ലസ്
-1 -3 അതായത് -4 -4j പ്ലസ് 4 -2 അതായത് 6k. അപ്പോൾ നമുക്ക് വി എന്നുള്ള വെക്ടർ കിട്ടി, അതായത് ലൈനിന് പാരലായിട്ടുള്ള ഒരു വെക്ടർ കിട്ടി. നമുക്ക് ആ 2 പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് ആ ലൈനിൻ്റെ പാരലായിട്ട് വരുന്ന വെക്ടർ കണ്ടെത്തും. ഓക്കെ, ഇനി തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ആയി. അതായത് നമുക്ക് ഇനി പോയിൻ്റായിട്ട് പീനെ ക്യൂനെ ഏത് ചൂസ് ചെയ്താലും ഇതേപോലെ തന്നെ വരും. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തപ്പോൾ പി തന്നെയാണ് നമ്മൾ ലൈന് പാസ് ചെയ്യുന്ന പോയിൻ്റായിട്ട് എടുത്തത്. ക്യൂനെ നമ്മൾ ഉപയോഗിച്ചത് ആ ലൈന് പാരലായിട്ട് വരുന്ന വെക്ടർ കണ്ടെത്താണ്. ഓക്കെ, ഇപ്പോൾ വി എന്നുള്ള വെക്ടറായി, പി എന്നുള്ള പോയിൻ്റായി. അപ്പോൾ ആ 2 ഇൻഫോർമേഷനും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്താം? ആ ലൈനിൻ്റെ വെക്ടർ ഇക്വേഷനും പാരാമെട്രിക് ഇക്വേഷനും സിമെട്രിക് ഇക്വേഷനും കണ്ടെത്താം. നമുക്ക് പാരാമെട്രിക് ഇക്വേഷനും സിമെട്രിക് ഇക്വേഷനുമാണ് എഴുതേണ്ടത്, ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് എഴുതി വെക്കുക. ഇതായിരിക്കും പാരാമെട്രിക് ഇക്വേഷൻ. ജസ്റ്റ് നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. അത് ഉപയോഗിച്ചിട്ട് സിമെട്രിക് ഇക്വേഷനും എഴുതും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ലെറ്റ് L1 be the line with the parametric equation x is equal to 1 plus 2t, y is equal to 2 minus bt, z is equal to 2 plus t, and L2 be the line with the parametric equation x is equal to 3 minus 4t, y is equal to 1 minus 4t, z is equal to minus 3 4t. First question, show that the line L1 and L2 are not parallel to each other. Second question, do the line L1 and L2 intersect? If so, find their point of intersection. ഓക്കെ, ഇപ്പോൾ 2 ലൈൻസിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ 2 ലൈൻസിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2 ലൈനും പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, പാരലൽ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. പാരലൽ അല്ലെങ്കിൽ സ്പേസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ലൈൻസ് പാരലൽ അല്ല എന്ന് കരുതിയിട്ട് അത് ഇൻ്റർസെക്റ്റ് ചെയ്തോണമെന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2 ലൈൻസ് പാരലൽ ആവുക എന്ന് പറഞ്ഞാൽ ആ 2 ലൈൻസിനും പാരലലായിട്ടുള്ള 2 വെക്ടേഴ്സ് പാരലലായിട്ട് വരിക എന്നാണ്. ഓക്കെ, അപ്പോൾ ആ എല്ലാ കേസിലും ലൈൻസ് പാരലലാണ് എന്ന് കരുതിയിട്ട് നമുക്ക് ആ 2 പാരലൽ അല്ല എന്ന് കരുതിയിട്ട് നമുക്ക് ആ 2 ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്തോണമെന്ന് നിർബന്ധമല്ല. ഇൻ്റർസെക്റ്റ് ചെയ്യാതിരിക്കാം. അപ്പോൾ അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡു ദി ലൈൻസ് L1 ആൻഡ് L2 ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കാണാനാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ നോക്കുക എങ്ങനെ ചെയ്യാം. L1 എന്നുള്ള ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ്റെ ഇക്വേഷന് പാരാമെട്രിക് ഇക്വേഷനാണ് തന്നത്. അപ്പോൾ ആ ലൈന് പാരലായിട്ടുള്ള വെക്ടർ നമുക്ക് എഴുതിയെടുക്കാം. എങ്ങനെ എഴുതിയെടുക്കുക? ടീൻ്റെ കോയിഫിഷ്യൻസ് ആയിരിക്കും ആ ലൈനിൻ്റെ പാരലായിട്ട് വരുന്ന വെക്ടർ, ഒരു വെക്ടർ. ഓക്കെ, L1 എന്നുള്ള ലൈനിൻ്റെ ടീൻ്റെ പാരാമെട്രിക് ഇക്വേഷനിൽ ടീൻ്റെ കോയിഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ എക്സ് കൺസിഡർ ചെയ്യുമ്പോൾ 2, y കൺസിഡർ ചെയ്യുമ്പോൾ -b, z കൺസിഡർ ചെയ്യുമ്പോൾ 1. അപ്പോൾ L1 എന്നുള്ള ലൈനിൽ പാരലായിട്ട് വരുന്ന ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ v1 is equal to 2i minus bj plus k, അല്ലെങ്കിൽ ഇതേപോലെ എഴുതുക വെക്ടർ 2 - b 1. ഇതേപോലെ തന്നെ L2ന് പാരലായിട്ട് വരുന്ന വെക്ടർ നമുക്ക് അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതിയാൽ -4 4 വരും. അതായത് -4i + 4j + 4k. അപ്പോൾ ഇനി ഈ 2 ലൈൻസും പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ 2 വെക്ടേഴ്സും പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. പാരലലായിട്ട് വരില്ലല്ലോ. നോക്കുക, പാരലലായിട്ട് വരണമെങ്കിൽ ഈ വെക്ടറിൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ ആയിരിക്കും ഈ വെക്ടർ. ഓക്കെ, 2 വെക്ടേഴ്സ് എപ്പോഴാണ് പാരലലാണെന്ന് പറയാം? ഒരു വെക്ടറിൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ ആയിരിക്കണം രണ്ടാമത്തെ വെക്ടർ. ഈ v1 എന്നുള്ള ഒരു വെക്ടറിൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ അല്ല ഈ വെക്ടർ. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് പറയാം? ഈ 2 ലൈൻസും എന്തെല്ലാമെന്ന് പറയാം? പാരലൽ അല്ല എന്ന് പറയാം. അപ്പോൾ ഈ 2 ലൈൻസും പാരലൽ അല്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇനി ഇൻ്റർസെക്റ്റ് ചെയ്യുമോ നോക്കണം. പാരലൽ അല്ലാത്ത ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യാതിരിക്കാം. ചെയ്യുമോ നോക്കണം. ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് കണ്ടെത്തും വേണം. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെ നോക്കാം? സപ്പോസ് ദി ലൈൻസ് ഇൻ്റർസെക്റ്റ്. നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്താൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടെത്താൻ പറ്റുമോ നോക്കുക. ഇനി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അസ്യൂം ചെയ്തിട്ട് എന്തെങ്കിലും കോൺട്രഡിക്ഷനിൽ വരുന്നുണ്ടെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നും പറയാം. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നുണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് പോയിന്റിൽ? x0 y0 z0. അപ്പോൾ x0 y0 z0 എന്നുള്ള പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം
L1 എന്നുള്ള ലൈനും ഇതും L2 എന്നുള്ള ലൈനും ഇതുമാണെങ്കിൽ P എന്നുള്ള പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടീൻ്റെ ഏതോ L1 ഇതാണെങ്കിൽ L2 ഇതുമാണെങ്കിൽ L1 കൺസിഡർ ചെയ്യുമ്പോൾ ടീൻ്റെ ഏതെങ്കിലും ഒരു വാല്യൂവിൽ നമുക്ക് എന്ത് കിട്ടും? x0 എന്നുള്ള പോയിന്റ് കിട്ടും. അതായത് ഒരു T1 എന്നുള്ള ഒരു വാല്യൂ Tക്ക് എക്സിസ്റ്റ് ചെയ്യും. ദർ എക്സിസ്റ്റ് T1 സച്ച് ദാറ്റ് x0 is equal to 1 plus 2T1. 1 plus 2T1 വന്നത് L1ൻ്റെ പാരാമെട്രിക് ഇക്വേഷനിൽ ടീൻ്റെ ഏതോ ഒരു വാല്യൂവിൽ T1 എന്നുള്ള വാല്യൂവിൽ x0 y0 z0 എക്സും വൈയും z എന്താകുന്നുണ്ട്? x0 y0 z0 ആകുന്നുണ്ട്. അതാണ് എഴുതിയത്. x0 is equal to 1 plus 2T1, y0 is equal to 2 minus 3T1, z0 is equal to 2 plus T1. അതേപോലെ L2 എന്നുള്ള ലൈന് കൺസിഡർ ചെയ്യുമ്പോൾ L2ലെയും ഒരു പോയിൻ്റാണ് എന്ത്? x0 y0 z0 എന്നുള്ള പോയിന്റ്. കാരണം ആ പോയിന്റിലാണ് ഈ രണ്ട് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ടീൻ്റെ ഏതോ ഒരു വാല്യൂവിൽ x0 എക്സും വൈയും സെഡും L2 എന്നുള്ള ലൈനിൽ x0 എക്സും വൈയും സെഡും ഏതൊക്കെ വാല്യൂസ് വരുന്നുണ്ട്? x0 y0 z0 എന്നുള്ള വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വാല്യൂ T2 ആണെന്ന് എടുത്താൽ ദർ എക്സിസ്റ്റ് T2 സച്ച് ദാറ്റ് x0 is equal to 3 minus 4T2, y0 is equal to 1 plus 4T2, z0 is equal to 3 plus 4T2. അതായത് L2 എന്നുള്ള ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് അങ്ങനെ കിട്ടും. ഇനി ഈ മൂന്ന് നോക്കുക, x0 y0 x0 ഈ രണ്ട് ഇക്വേഷൻ നോക്കുക. അതിൽ x0 ഈക്വൽ ആയിട്ട് വരും, y0 ഈക്വൽ ആയിട്ട് വരും, z0 ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ഈ ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ എഴുതാം? 1 plus 2T1 x0 ഈക്വൽ ആണ്, x0 3 minus 4T1 ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ഇക്വേഷൻ എഴുതാം. 1 plus 2T1 is equal to 3 minus 4T2. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ y0 ഇക്വേറ്റ് ചെയ്ത് കൊടുത്താൽ 2 minus 3T1 ഈക്വൽ ടു 1 plus 4T2. അതേപോലെ തന്നെ 2 plus T1 ഈക്വൽ ടു -3 plus 4T2. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ P എന്നുള്ളത് -P എന്നല്ല, -2y is equal to 2 minus 3D എന്നാണ്. അപ്പോൾ ഇവിടെ 3 ആയിരിക്കും, -3 ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ എങ്ങനെയായാലും ഈ രണ്ട് വെക്ടർ ആ കേസിലും ഈ വെക്ടറിൻ്റെ സ്കെയിലർ മൾട്ടിപ്ലൈ ആയിട്ട് ഈ വെക്ടർ വരില്ല, അതുകൊണ്ട് പാരലൽ ആവില്ല. ആ വാല്യൂ ഇവിടെ കൊടുത്തിട്ടാണ് ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ -Pക്ക് പകരം -3 കൊടുക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. നോക്ക്, അപ്പോൾ നമ്മളെ കയ്യിൽ 3 ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഇനി T1നും T2നും ഈ 3 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക? ഈ രണ്ട് ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഈ 3 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു T1ഉം T2 എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? ഈ രണ്ട് ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരുന്നത് നോക്ക്. ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ 2 minus 3T1 പ്ലസ് ഈക്വൽ ടു 1 plus 4T2 വരും. അതേപോലെ തന്നെ 1 plus 2T1 is equal to 3 minus 4T2 വരും. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് T2നെ എലിമിനേറ്റ് ചെയ്യുക, ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം T2ൻ്റെ സൈന് പ്ലസ് ആണ്, 4T2 ആണ്, ഇവിടെ -4T2 ആണ്. അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് വരും? T2 ഒഴിവായി പോകും. ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് വരും? രണ്ട് ഇക്വേഷനും പരസ്പരം ആഡ് ചെയ്ത് കൊടുത്താൽ 3 minus T1 is equal to 4 എന്ന് വരും. അതായത് T1 is equal to 3 minus 4, അതായത് T1 is equal to -1. T1 is equal to -1 എന്ന് കിട്ടിയാൽ നെക്സ്റ്റ് നോക്കുക, T1 -1 എന്നുള്ളത് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 1 plus -2 ഈക്വൽ ടു 3 into 4T2 വരും. അതായത് -1 is equal to 3 minus 4T2, അതായത് 4T2 is equal to 4, അതായത് T2 is equal to 1. ഓക്കെ, ഇപ്പോൾ T2 1 ആണെന്ന് കിട്ടി. അപ്പോൾ T1ൻ്റെയും T2ൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടി. T1ഉം T2ഉം ഇതേ രൂപത്തിൽ വരുമ്പോഴാണ് ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുക. T1നും T2നും ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തേർഡ് ഇക്വേഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഈ രണ്ട് ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. T1ന് -1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 2 plus T1 is equal to 2 plus T1 എന്ത് വരും? 1 വരും.
T1 -1 വരുമ്പോൾ ഓക്കെ 2 + T1 1. അതേപോലെ തന്നെ T2ന് 1 കൊടുക്കുമ്പോൾ -3 + 4 × 1 4 × 1 4 തന്നെയാണ് -3 + 4 വരും, അതായത് 1 തന്നെയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് തേർഡ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഈ T1 ഉം T2 കൊടുക്കുമ്പോൾ തേർഡ് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഓക്കെ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് അപ്പോൾ എന്തായിരിക്കും? x0 = 1 + 2T1. T1ൻ്റെ വാല്യൂ -1, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് -4 കിട്ടും, -1 കിട്ടും. y0 കണ്ടെത്തണമെങ്കിൽ ഈ ഇക്വേഷനിൽ T1ന് എന്ത് കൊടുക്കാം? -1 അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഈ 5 കിട്ടും. അതേപോലെ തന്നെ z0 കണ്ടെത്തണമെങ്കിൽ ഈ ഇക്വേഷനിൽ z0 = 2 + T1 എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ t = -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 1 കിട്ടും. അപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് രണ്ട് ലൈൻസ് എൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ രണ്ട് ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്യൂ ലൈൻസ് ആണെന്ന് പറയാം. ലൈൻസ് ആർ സ്ക്യൂ എന്ന് പറയാം. രണ്ട് ലൈൻസ് സ്ക്യൂ ആണെന്ന് പറയാം. അവർ പാരലൽ അല്ല, പക്ഷെ അവരെന്തും ചെയ്യുന്നില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് ആ രണ്ട് ലൈൻസും നമ്മൾ സ്ക്യൂ ആണെന്ന് പറയാം. ഓക്കെ, സിമെട്രിക്കൽ പാരലലും അല്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇങ്ങനെയൊന്ന് റീറൈറ്റ് ചെയ്യാം. Given, consider the lines L1 = x = 1 - t, y = -2 - 3t, z = 4 + t. L2 given by x = 2 - 2t, y = -4 + 3t, z = 1 + 4t. Show that the lines are skew എന്ന് പറഞ്ഞാൽ they are not parallel and not intersecting. ഓക്കെ, പാരലലും ഇല്ല, ഇൻ്റർസെക്റ്റിംഗ് അല്ല. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കുക? ആദ്യം സ്ക്യൂ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ രണ്ട് ലൈൻസും പാരലൽ അല്ല എന്ന് കാണിക്കണം. പാരലൽ അല്ല എന്ന് കാണിക്കണമെങ്കിൽ L1ന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറും കൺസിഡർ ചെയ്യുക, L2ന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറും കൺസിഡർ ചെയ്യുക. അവർ തമ്മിൽ സ്കാലാർ മൾട്ടിപ്പിൾ അല്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പാരലൽ അല്ല എന്ന് പറയാം. പാരലൽ അല്ലെങ്കിൽ പിന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കണം, അപ്പോഴാണ് സ്ക്യൂ ആണെന്ന് പറയാം. ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്തിട്ട് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ വരുന്നുണ്ടോ നോക്കാം. അപ്പോൾ പാരലൽ കാണിക്കണമെങ്കിൽ L1ന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആ രണ്ട് ഇക്വേഷനും എടുത്തെഴുതാം. P1 എന്നുള്ള L1ന് പാരലൽ ആയിട്ടുള്ള വെക്ടർ എങ്ങനെ എഴുതാം? ഇവിടെ നോക്കാം. ടീൻ്റെ കമ്പോണൻസ് നോക്കുക. ടീൻ്റെ കമ്പോണൻസ് ഇവിടെ എക്സിൽ 1 -1, വൈയിൽ -3, സെഡിൽ 1. ഓക്കെ, അതേപോലെ തന്നെ L2 കൺസിഡർ ചെയ്യുമ്പോൾ L2ൻ്റെ പാരലൽ ആയിട്ടുള്ള വെക്ടർ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? -2, 3, 4. ഓക്കെ, -2, 3, 4. ഓക്കെ, വെക്ടർ അപ്പോൾ V1 എന്നുള്ള വെക്ടർ -1, -3, 1. V2 എന്നുള്ള വെക്ടർ -3, 3, 4. ഈ രണ്ട് വെക്ടറും ഈ വെക്ടറിനെ ഏതെങ്കിലും ഒരു സ്കെയിലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ വെക്ടർ കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക? ഈ രണ്ട് വെക്ടർ V1 ഉം V2 ഉം പാരലൽ അല്ലാത്തതുകൊണ്ട് L1 L2 എന്നല്ല എന്ന് പറയാം, പാരലൽ അല്ല എന്ന് പറയാം. ഇനി L1 L2 ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കണം. L1 L2 എങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കുക? L1 L2 ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്തിട്ട് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ കോൺട്രഡിക്ഷൻ നോക്കുക? സപ്പോസ് V1 ഇപ്പോൾ എന്താ അസ്യൂം ചെയ്യാം? L1 L2 ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യാം. L1 L2 ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു T1 എക്സിസ്റ്റ് ചെയ്യും. x0 y0 z0 എന്നുള്ള പോയിന്റിൽ L1ഉം L2ഉം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു T1 ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു T1 എക്സിസ്റ്റ് ചെയ്യും. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു T2 എക്സിസ്റ്റ് ചെയ്യും. ഈ എക്സ് കമ്പോണൻസ് ഈ ഇക്വേഷനിലുള്ള എക്സ് വൈ സെഡ് കമ്പോണൻസും ഈ ഇക്വേഷനിലുള്ള എക്സ് വൈ സെഡ് കമ്പോണൻസും ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ അതാണ് എഴുതിയത്. ദർ എക്സിസ്റ്റ് T1 such that x0 = 1 - T1, y0 = -2 - 3 T1, z0 = 4 + T1.
ഓക്കെ. അതേപോലെ തന്നെ രണ്ടാമത്തെ ലൈനിലും x0 y0 z0 എന്നുള്ള പോയിന്റ് ഉണ്ട്. കാരണം L1 L2 ആ പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ലൈനിൽ കോമൺ പോയിന്റ് ആയിരിക്കും x0 y0 z0. അപ്പോൾ ഒരു T2 എക്സിസ്റ്റ് ചെയ്യും. ദർ എക്സിസ്റ്റ് T2 സച്ച് ദാറ്റ് x0 is equal to 2 minus 2 T2, y0 is equal to minus 4 plus 3 T2, z0 is equal to 1 plus 4 T2. ഓക്കെ. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസും നോക്കുക. ആ മൂന്ന് ഇക്വേഷനും പാരാമെട്രിക് ഇക്വേഷൻസ് നോക്കുക. ആ മൂന്ന് ഇക്വേഷൻ നമുക്ക് എന്താ പറയുക, എന്തെഴുതാം, 1 minus 4 T1 is equal to 2 minus 2 T2 ആണ് പറയുക. -2 minus 3 T1 is equal to minus 4 plus 3 T2 ആണെന്ന് പറയാം. അതേപോലെ തന്നെ 4 plus T1 is equal to 1 plus 4 T2 ആണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഈ ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് T1നും T2നും നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ആ സൊല്യൂഷൻ ഈ തേർഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ മൂന്ന് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ T1ഉം T2ഉം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ T1ഉം T2ഉം ചൂസ് ചെയ്യുക. ആ T1ഉം T2ഉം തേർഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, തേർഡ് ഇക്വേഷൻ വയലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യുന്നത് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 3 ആണ്. അങ്ങനെ കൺസിഡർ ചെയ്യാൻ കാരണമുണ്ട്. കാരണം ആ ഇക്വേഷൻ 1ഉം 3ഉം ആഡ് ചെയ്താൽ ഇവിടെ T1ൻ്റെ കൊയിഷ്യൻ്റ് 1 ആണ്, ഇവിടെ -1 ആണ്. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്താൽ T1 ഒഴിവായിട്ട് പോകും. നമുക്ക് T2നെ സോൾവ് ചെയ്തെടുക്കാം. ആ T2 ഉപയോഗിച്ച് T1നെ സോൾവ് ചെയ്തെടുക്കാം. ആ T1ഉം T2 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ 3 + 1 ചെയ്താൽ നമുക്ക് എന്ത് വരും, 3 എന്നുള്ള ഇക്വേഷന് കൂടെ 1 ആഡ് ചെയ്താൽ 4T1 + 1 + 4T2 + 1 minus 4T1 equal to 2 minus 2T2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ആഡ് ചെയ്താൽ ഈ T1ഉം ഈ T1ഉം ക്യാൻസൽ ആവും. 4 + 1 5, പിന്നെ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ 3 + 2T2. അതായത് 2T2 is equal to 3നെ ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ 5 - 3 അതായത് 2T2 is equal to 2 എന്ന് കിട്ടും. അതായത് T2 is equal to 1. T2 is equal to 1 ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ T1 is equal to 1 കിട്ടും. ബാക്കി എഴുതിയത് നോട്ട്സിൽ കറക്റ്റ് അല്ല. അപ്പോൾ T1ഉം T2ഉം നമ്മളുടെ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. T1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താ വരിക, -4 + 1 അതായത് -3 വരും. ഇനി റൈറ്റ് സൈഡിൽ T2 ആണ് വരുന്നത്. അപ്പോൾ T2 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1 + 4 × 1 വരും. അതായത് 1 + 4 5 വരും. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് വരുന്നത് -3 ആണ്, ഇവിടെ 5 ആണ് വരുന്നത്. അത് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നില്ല. അപ്പോൾ തേർഡ് ഇക്വേഷൻ ഈ T1ഉം T2ഉം വയലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് തേർഡ് ഇക്വേഷൻ നമ്മളുടെ ഈ T1ഉം T2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരു T1ഉം ഈ മൂന്ന് ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഒരു T1ഉം T2ഉം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അസംഷൻ റോങ് ആണ്. അതായത് L1ഉം L2ഉം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു നമ്മൾ അസ്യൂം ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഈ മൂന്ന് ഇക്വേഷൻ കിട്ടിയത്. ഈ മൂന്ന് ഇക്വേഷനും ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ T1ഉം T2ഉം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് നമ്മളുടെ ലൈൻസ് L1ഉം L2ഉം മീറ്റ് ചെയ്യുന്നില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഓക്കെ. ഇത്രയാണ് നമുക്ക് ലൈൻസിൻ്റെ ഇക്വേഷനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്ലെയിൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം.